നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളെ മെയ് 8 മുതൽ എല്ലാ ജില്ലകളിലും പരക്കെ മഴയ്ക്ക് സാധ്യത. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഈ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനിലയിൽ കുറവ് രേഖപ്പെടുത്തി. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നഴ്സിംഗ് പഠനം കഴിഞ്ഞാൽ 1 വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ടെന്ന് സുപ്രീം കോടതി. നിർബന്ധിത പരിശീലനം വേണ്ടെന്ന കേരള സർക്കാർ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചു. സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള സ്വകാര്യ ആശുപത്രികളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. 4 വർഷത്തെ പഠനത്തിനിടയിൽ 6 മാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. 53,000-ന് മുകളിലെത്തി. ഇന്ന് പവന് 240 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 53,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 30 രൂപയാണ് ഉയർന്നത്. 6,635 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മെയ് 2-ന് സ്വർണ്ണവില 53,000-ലേക്ക് എത്തിയിരുന്നു. പിന്നീട് വില കുറയുകയായിരുന്നു. മാർച്ച് 29-നാണ് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. കഴിഞ്ഞ മാസം 19-ന് 54,500 കടന്ന് സ്വർണ്ണവില സർവകാല റെക്കോർഡും നേടിയിരുന്നു. തുടർന്ന് വില കുറയുന്നതാണ് ദൃശ്യമായത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. ഊട്ടി, കൊടൈക്കനാൽ യാത്ര പോകുന്നവർക്ക് ഇന്നു മുതൽ ഇ പാസ് നിർബന്ധം. ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധം. ഊട്ടിയിലേക്ക് പോകുന്ന മലയോര പാതകളിൽ വാഹനങ്ങളുണ്ടാക്കുന്ന ഗതാഗത കുരുക്ക് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് നിർബന്ധമാക്കിയത്. 11,500 കാറുകളും 6,500 ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ പ്രതിദിനം 20,000-ലധികം വാഹനങ്ങൾ ഇവിടങ്ങളിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇ പാസ് വിതരണത്തിന് ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. മെയ് 7 മുതൽ ജൂൺ 30 വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിരിക്കുന്നത്. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിലെയും വാണിജ്യ വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് QR കോഡ് അവരുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും. പ്രവേശന കവാടത്തിൽ വെച്ച് QR കോഡ് സ്കാൻ ചെയ്ത ശേഷം കടത്തിവിടും. അപേക്ഷിക്കുന്നവർ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നൽകിയിരിക്കണം. എത്ര ദിവസം താമസിക്കുന്നു എന്നും ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നതെന്നും കരുതണം. വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇവരുടെ ഇമെയിൽ ID ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു വാഹനത്തിന് ഒരു ഇ പാസ് മതിയാകും. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇ പാസ് വേണ്ട. ഒരു തവണ ഇ പാസിന് രജിസ്റ്റർ ചെയ്ത് യാത്ര പൂർത്തിയാക്കിയ വാഹനത്തിന് വീണ്ടും ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ഇ പാസ് എടുക്കണം. സർക്കാർ ബസ്സുകളിൽ കയറി പോകുന്നവർക്ക് ഇ പാസിന്റെ ആവശ്യമില്ല.